നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിനൊടുവിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. അങ്ങാടിപ്പുറം ടൗണിനോട് ചേർന്ന് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളും BJPയും വാശിയേറിയ മത്സരമാണ് നടത്തിയത്. വീറും വാശിയും പ്രകടമാക്കിയ സ്ഥാനാർത്ഥികൾ ജനമനസ് കീഴടക്കിയാണ് പോരാടിയത്. പോരാട്ടത്തിനൊടുവിൽ വ്യക്തമായ മേധാവിത്വത്തോടെയാണ് UDF വീണ്ടും അധികാരത്തിലേറിയത്. 17 വാർഡുകളിലാണ് UDF വിജയിച്ചത്. LDFന് 6 വാർഡുകളിൽ മാത്രമാണ് ജയിക്കാനായത്. ഒരു വാർഡിൽ BJPയും ജയിച്ചു കയറി. വാശിയേറിയ തിരഞ്ഞെടുപ്പിനൊടുവിൽ പ്രൗഢമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തത്. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷബീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ടൗണിനോട് ചേർന്നൊരുക്കിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസർ V. അബ്ദു 17ാം വാർഡിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗം ഏലിയാമ്മ ടീച്ചർക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ഏലിയാമ്മ ടീച്ചർ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആർപ്പുവിളികളോടെയാണ് വിജയശ്രീലാളിതരായി വേദിയിലേക്കെത്തിയ ജനപ്രതിനിധികളെ പ്രവർത്തകർ എതിരേറ്റത്. സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മെമ്പർമാർക്കും പഞ്ചായത്ത് ജീവനക്കാർ ഉപഹാരം കൈമാറി. പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ, സീനിയർ സൂപ്രണ്ട് ജയകുമാർ എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഉമ്മർ അറക്കൽ, KT നാരായണൻ മാസ്റ്റർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, കുന്നത്ത് മുഹമ്മദ്, KS അനീഷ്, PV ജോണി, PP സെയ്തലവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.